നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. കൂട്ടുകാരെ, ഞാൻ വളരെ വിഷമത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചിരുന്നതാണ് നാളെ നിങ്ങൾക്കും ഈ ഒരു അനുഭവം വരാം. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ആരെയും ഒരു സഹായവും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്കെതിരെ തന്നെ അത് വരും. കാര്യം എന്ന് വെച്ചാൽ ഒരു 70 വയസ്സായ ഒരു പാർട്ടി ഹോസ്പിറ്റലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും പേരും അഡ്രസ്സും. ഞാൻ പറഞ്ഞു തരില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ ഹരിത എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ ഒരു ലോഡ്ജ് എൻ്റെ ഈ മെഡിക്കൽ കോളേജിൽ ശ്രീചിത്രയിലും അടുത്ത് പോകുന്ന രോഗികൾക്കൊക്കെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ അവരെ ഫോൺ നമ്പറാണ് കൊടുത്തത്. അവർക്ക് 10,000-2000 കോള് പോയി. പക്ഷേ 1900 പേരും നരമ്പന്മാരാണ് വിളിച്ചത്. അതുകൊണ്ട് ഈ വ്യക്തിയെ ആരും നിങ്ങൾ ചോദിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്രപുരത്തൊരു ഹോട്ടലുണ്ടല്ലോ, അതായത് ഞാൻ ചതിക്കില്ല. അപ്പോൾ നല്ല നല്ല ഹോട്ടലാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ സാധ്യതകൊണ്ട് ഞാൻ ഇടുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ആരെയും സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 10 ദിവസമായിട്ട് ഞാൻ ആക്റ്റീവ് അല്ലേ എന്ന്. കാര്യം എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ ഇറങ്ങണമെങ്കിൽ നെറ്റ് എനിക്ക് 1 ലക്ഷം രൂപ വേണം. അപ്പോൾ എൻ്റെ 50,000 രൂപ ഉള്ളൂ. അപ്പോൾ എൻ്റെ ദൈവം സഹായിച്ച് എൻ്റെ ഫോണിൽ 10,000 കോൺടാക്റ്റ് ഉണ്ട്. അവിടെ നിന്ന് ഒരു 10-30 വരെ നിന്ന് ഒരു 2,000 വെച്ചൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ എനിക്ക് അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാം. അപ്പം അതിനുവേണ്ടി ഞാൻ രാവിലെ 8 മണി 9 മണിക്കൊക്കെയാണ് ഞാൻ വിളിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് ഗൂഗിൾ പേയിൽ എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു. പല മേഖലകളിലുള്ള വക്കീൽ, ഡോക്ടർ, ആ ലെവലുള്ള ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്തു. എൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ ഗൾഫിലുള്ള, അത് അറിയില്ല, യുദ്ധം നടക്കുകയാണ്, അവിടെയുള്ള എൻ്റെ അനിയനും എൻ്റെ കുറേ സുഹൃത്തുക്കളും എന്നെ ഹെൽപ്പ് ചെയ്തു. മനസ്സിലായോ? അതായത് ഇവർക്ക് നമ്മളെ കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറിവേപ്പിലാണ്. കൂട്ടുകാരെ, നിങ്ങൾ വിചാരിക്കും ഞാൻ ക്യാഷ് വാങ്ങിച്ചിട്ടാണ് ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ അമ്മ സത്യമായിട്ട് 1 രൂപ വാങ്ങിച്ചിട്ടില്ല ഞാൻ ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി. അവർ ചോദിക്കും എത്ര വേണം, ഞാൻ കാണിക്കായിട്ട് എന്തെങ്കിലും തന്നാൽ മതി. 1 രൂപയ്ക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത റിയൽ എസ്റ്റേറ്റിൻ്റെ എല്ലാം സക്സസ് ആണ്, ഒന്നും ഫെയിലായിട്ടില്ല, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇവരെ പിന്നെ വിളിക്കുമ്പം ഭയങ്കര ദേഷ്യം, അവർ ഫോൺ എടുക്കുന്നില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. അതായത് അവർ ആഴ്ചതോറും മാസം തോറും എന്നെ വിളിച്ചിട്ടാണ് ഞാൻ പോയി ആ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഇത്രയും തിരക്ക് പിടിച്ചതിൽ മൊത്തം പ്രശ്നത്തിൽ ഓടിക്കൊണ്ട് എന്നെ വിളിച്ച് കരച്ചിൽ, ഒന്ന് വീഡിയോ എടുത്തൊന്ന് ഹെൽപ്പ് ചെയ്യുക, ജപ്റ്റിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയി എടുക്കുന്നത്. 1 രൂപ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്യുന്ന വ്യക്തിയല്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ഇനി ഞാൻ ചെയ്യും. ഇനി ആരെന്നെ പ്രൊമോഷൻ വീഡിയോ വിളിച്ചാലും മിനിമം എനിക്ക് ഇത്ര എമൗണ്ട് കിട്ടിയാലേ ഞാൻ വരുള്ളൂ. കാരണം വെച്ചാൽ കുറേ അനുഭവമായി, കുറേ പേരെ സഹായിച്ച്. അങ്ങനെ ഞാൻ ഈ ആളെ എടുക്കാൻ വേണ്ടി കുറേ പേരെ ഞാൻ വിളിക്കുകയാണ്. പക്ഷേ ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തു. അതായത് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ എല്ലാം സക്സസ് ആണ്. നിങ്ങൾക്കറിയാമല്ലോ, ജോലി വാങ്ങിച്ചു കൊടുക്കുന്നൊരു വീഡിയോ ഇട്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ 10 ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. കാര്യം എന്ന് വെച്ചാൽ കോള് തന്നെ. അവരെ ബയോഡേറ്റൊക്കെ സോർട്ട് ചെയ്ത് അതായത് ഡീലർഷിപ്പിൽ അയച്ച്, എന്നിട്ട് ഞാൻ ഒരുപാട് കേട്ടു. ഞാൻ എന്തിനാണ് ഈ പുണ്യം കുറച്ച് ചേർന്നത്? എനിക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലുള്ള വരുമാനമൊന്നും കൊണ്ടല്ല, ഞാൻ ആരെങ്കിലും പാവങ്ങൾ ഒന്ന് രക്ഷപ്പെട്ട് പോകണമെന്ന രീതിയിലാണ് ഞാൻ വീഡിയോകൾ പലതും ചെയ്യുന്നത്. പക്ഷേ അത് എനിക്ക് തന്നെ അത് ഓപ്പോസിറ്റാണ് തോന്നുന്നു. ഞാൻ 10 ദിവസം കൊണ്ട്, നിങ്ങൾക്കറിയാം ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല, അത്രത്തോളം എനിക്ക് പ്രശ്നങ്ങളാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യില്ല. അവസാന ട്വിസ്റ്റുണ്ട്. ഞാൻ ആത്മഹത്യയുടെ വക്കീലാണെന്ന് തന്നെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഈ കാര്യം കാണാൻ മാത്രം ചേട്ടാ എങ്ങനെയെങ്കിലും ആ വീഡിയോ ഒന്നും എടുത്ത് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി തരുമോ? ശരി, എൻ്റെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഞാൻ പോയി ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തു. പക്ഷേ അവരെ രണ്ടാമത് വിളിക്കുമ്പം ഇവർ ഫോൺ കൊടുക്കില്ല, അവർക്ക് ഭയങ്കര ദേഷ്യം. ഞാൻ ഇനിയിപ്പോൾ എന്തിനാ ജീവിക്കണേ? അതായത് എനിക്ക് ഈ മനുഷ്യൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വീഡിയോ ലൈവ് ഇട്ട് ഫോൺ നമ്പറും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് എനിക്ക് 1 ലക്ഷം ഇല്ല, 5 ലക്ഷം 10 ലക്ഷം കിട്ടും. പക്ഷേ ഞാൻ അത് ചെയ്യില്ല. എനിക്ക് ആ പൈസ വേണ്ട. എനിക്ക് 1 ലക്ഷം രൂപ ആവശ്യമുള്ളൂ. അങ്ങനെ ഞാനൊരു 10-30 രൂപ വിളിച്ചു. ഒരുപാട് അവരെ നെഗറ്റീവ് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി. അതായത് ഗൂഗിൾ പേ വർക്കാവുന്നില്ല, എൻ്റെ കാശുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ നീ കാശ് കൊണ്ടുപോകാൻ, ഞാൻ നിൽക്കുന്ന സ്ഥലം ലൊക്കേഷൻ പറഞ്ഞു തരാം. അയ്യോ ക്യാഷ് ഇല്ലടാ, എനിക്ക് അർജൻറ്റായിട്ട് പോകണം. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ മടുത്തു. ഇനി
ആരും എന്നെ സഹായത്തിന് വേണ്ടി വിളിക്കണമെങ്കിൽ എൻ്റെ ഒരു ഫീസ് ഞാൻ വച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഞാൻ ഈ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം എന്നെ കാണാൻ അറിയാൻ പറ്റും. 10-12 ദിവസം കൊണ്ട് ഡിപ്രഷൻ അടിച്ചാണ് നിൽക്കുന്നത്. ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാൻ എന്തിനു സഹായിക്കാൻ പോകുന്നത്? അപ്പം നിങ്ങളൊന്ന് ഓർക്കുമോ ഒരു സാമാന്യം ഒരു മര്യാദ. അതുകൊണ്ട് കൂട്ടുകാരെ, അവസാനം വേറെ ഒന്നുമില്ല, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, ചെയ്യരുത്. ഞാൻ എൻ്റെ ഒരു വിഷമം പറഞ്ഞതേ ഉള്ളൂ. ആർക്കും ഈ ഒരു അബദ്ധം പറ്റരുത്. ഓക്കെ, താങ്ക് യു.